തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരായ ചികിത്സാ നിഷേധ പരാതിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ റിപ്പോർട്ട് കൊടുക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസർ, അഡീഷണൽ മെഡിക്കൽ ഓഫീസർ എന്നിവർ ഉൾപ്പെട്ട സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് കൈമാറുക. ആശുപത്രിയിലേക്ക് വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഇന്നും ഉണ്ടാകും. എസ് വിനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരം. വിനീഷ് കുമാർ, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കെൻ വിളപ്പിൽശാലയിലെ ചികിത്സ വൈകിയതുമായി ബന്ധപ്പെട്ട് രോഗി മരിച്ച സംഭവത്തിലാണ് ഇന്ന് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകുന്നത്. അതായത് ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യ ഡയറക്ടറാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതിനു മുമ്പ് DMOയിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ആരോഗ്യ വിഭാഗം DMOയിൽ നിന്നാണ് ആദ്യം, അതുപോലെ തന്നെ അഡീഷണൽ മെഡിക്കൽ ഓഫീസറിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടാണ് ആരോഗ്യ ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം കൊടുത്തത്. ഇത് ക്രോഡീകരിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനും അതുപോലെ തന്നെ ആരോഗ്യ ഡയറക്ടർക്കും നൽകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഒപ്പം തന്നെ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ചികിത്സാ നിഷേധം തന്നെയാണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളൊരു വിലയിരുത്തലാണ് മറ്റുള്ള ആരോഗ്യവകുപ്പിലെ മറ്റുള്ള വിഭാഗവും. കാരണം അവരുമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ച കാര്യം പല ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ച് കൂടി ഈ ആശുപത്രിയിലേക്കുണ്ട്. ഇതൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ നിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായ ഒരു നടപടിയിലേക്ക് പോകാൻ തന്നെയായിരിക്കും ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.